ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു കുഞ്ഞു ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. യു എയിൽ ഇപ്പോൾ തണുപ്പൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇന്ന് നല്ല മഞ്ഞുള്ളൊരു ദിവസമായിരുന്നു. കുറച്ച് കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം തണവുണ്ട് കേട്ടോ കാലത്ത്. നല്ലൊരു പ്രഭാതവും കണ്ട് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനിന്ന് ഗോതമ്പ് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പത്തിരി ആകുമ്പോൾ വേഗത്തിൽ കഴിയുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലും കറി കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ നാളികേരപ്പാൽ കൂട്ടി കഴിക്കുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് സാമ്പാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് ഗോതമ്പ് പത്തിരി സാമ്പാറും കൂട്ടി ആക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ നമ്മൾ ആദ്യത്തെ പണികളൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരി കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് പിന്നെ നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഗോതമ്പ് പത്തിരിയിൽ നമ്മൾ കുറച്ച് നാളികേരം ഇടും. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും ഇട്ടിട്ടാണ് കുഴച്ചെടുക്കാട്ടത്. അരിയിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതേ നമ്മളൊരു കാപ്പിക്ക് ഉണ്ടാക്കി കുടിച്ചിട്ട് പിന്നെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ ഒരു ചൂടുള്ള കാപ്പി കുടിച്ചാലല്ലേ നമ്മളൊരു ഉഷാറാവുള്ളൂ. അപ്പോൾ മധുരം പാലൊന്നും ഇല്ലാണ്ട് ഒരു കട്ടനാണ് കുടിക്കാറ് കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ കട്ടൻ കാപ്പി അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം. അപ്പോൾ എന്തെങ്കിലും കുടിക്കാണ്ട് നമുക്ക് പണി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് കാലത്ത്. അപ്പോൾ എന്തെങ്കിലും ചൂടുവെള്ളം കുടിച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കാപ്പി തന്നെ ഉണ്ടാക്കി അതൊന്ന് ചൂടോടെ തന്നെ കുടിച്ചിട്ട് വേണം ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. നാളികേരമൊക്കെ ചെറുകിയെടുത്തിട്ടുണ്ട്. ദേ ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടിയും കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ഉപ്പുപൊടിയും പിന്നെ ഒരു 2 പിടിയോളം നാളികേരം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നാളികേരം കൂടുതൽ ഇട്ടാലാണ് കൂടുതൽ രസം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നാളികേരം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച വെള്ളമൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ചൂടാറിയിട്ട് ഇത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തിളപ്പിച്ച് വെള്ളമൊഴിച്ച് അത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് നന്നായി ചൂടാറിയതിന് ശേഷം ഇത് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര സ്പൂണൊക്കെ ഉണ്ടാവും നെയ്യ് കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഞാൻ കുഴച്ചെടുത്തിട്ടാണ് പത്തിരി ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര സ്പൂണൊക്കെ ഉണ്ടാവും നെയ്യ് കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് കല്ലിലേക്ക് വെച്ച് പരത്തി ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നെയ്യ് കുഴയ്ക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നെയ്യ് പുരട്ടി കൊടുത്താലും മതിയാവും.
അപ്പോൾ ദോശക്കല്ലിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി അതിൻ്റെ മേലേക്ക് നന്നായി കല്ല് ചൂടായതിന് ശേഷം ഓരോ ഉരുളകളായി വെച്ചിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. ഇനി ഒരേ ഭാഗം ഒന്ന് നന്നായി മൊരിഞ്ഞു വരുമ്പോൾ അപ്പുറം മറിച്ചിട്ട് അതുപോലെ തന്നെ മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇത് വെറുതെ കട്ടൻ ചായയുടെ കൂടെ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കറിയൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ കറി വേണ്ടവർക്ക് നല്ല ഉരുളൻകിഴങ്ങുള്ള സവാളയ്ക്കും കൂടിയുള്ള കുറുമ കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ സാമ്പാറാ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് ഈ പത്തിരി കേട്ടോ. നാളികേരപ്പാൽ കൂട്ടി കഴിക്കാനും നല്ലതാണ് കേട്ടോ ഈ ഗോതമ്പ് പത്തിരി. അപ്പോൾ പത്തിരി ഇട്ട് കുറച്ച് നേരം വേണം ഓരോ സൈഡും മൊരിഞ്ഞ് വരാനായിട്ട്. ചെറിയ തീയിൽ അങ്ങനെ കിടന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് പത്തിരി ഇട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറച്ച് വെണ്ടക്കായ ഉണ്ട്. അപ്പോൾ അതൊന്ന് തോരൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് വെക്കാനാണ്. നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടി കഴുകി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെണ്ടക്കായ ഒന്ന് കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കൊക്കെ നന്നായി കഴുകിയെടുത്താൽ മതിയാവും. അപ്പം നല്ലോണം വൃത്തിയാവും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള തോരനായിട്ട് വെണ്ടക്കായ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നന്നായി കഴുകിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുത്തുള്ള വെണ്ടക്കായ ഇത് ഒരു ബൗളിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കുറച്ച് കാന്താരി മുളകും ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തത്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു പിടി നാളികേരം, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്പി മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതേ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ തിരുമ്പി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടക്കായ അതിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ അങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2-3-4 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ടത് മൂടി തുറന്നിട്ട് പിന്നെ ഇളക്കി ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വെണ്ടക്കായ ഒന്ന് വാടി വന്നപ്പോൾ പിന്നെ തുറന്ന് വെച്ചിട്ട് ചെറിയ തീയിൽ അങ്ങനെ ഇളക്കി വെണ്ടക്കായ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ലുലുവിൽ പോയപ്പോൾ പച്ചക്കുരുമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചാളക്കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് കുരുമുളകൊക്കെ നന്നായി കഴുകി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പിടി കുറച്ചധികം ചെറിയുള്ളി ചതച്ചതും, പിന്നെ ഒരു കുറച്ച് കാന്താരിമുളക് ചതച്ചതും, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, കുറച്ച് കറിവേപ്പിലയും ഇട്ട് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ.
തക്കാളി ഇട്ടിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചുള്ള പച്ചക്കുരുമുളകില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് എല്ലാം കൂടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാട്ടത്. അപ്പോൾ ആ കുരുമുളകിൻ്റെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഇതേ തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചുള്ള പച്ച കുരുമുളക് ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറിയ തീയിൽ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കുടംപുളിയും നന്നായി കഴുകിയെടുത്തുള്ള കുടംപുളിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീനിട്ടു. ഒന്ന് തവി വെച്ചിട്ട് അത് വല്ലാണ്ട് ഇളക്കണ്ട, ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതേ നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 3-5 മിനിറ്റ് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതേ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീനിട്ട് പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേ മുഴുവനായിട്ട് മൂടാറില്ല കേട്ടോ. ഒരു പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചാളക്കറിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇനി ആ ചട്ടിയിലിരുന്ന് ഒന്നും കൂടി ഒന്ന് ചാറൊക്കെ ഒന്ന് പാകമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട്, അതിലേക്ക് ഇതേ കൊത്തി അരിഞ്ഞെടുത്തുള്ള മാങ്ങ അച്ചാറുണ്ട്, പിന്നെ വെണ്ടയ്ക്ക തോരനും കുറച്ച് സാമ്പാറും ഉണ്ട്, പിന്നെ നമ്മൾ പച്ചക്കുരുമുളക് അരച്ച് വെച്ചിട്ടുള്ള ചാളക്കറി. ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.